ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ് തയ്ക്കാൻ പോകുന്നത്. ഇത് പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നൈറ്റിയാണ്. പിന്നെ ഗർഭിണികൾക്കൊക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി കട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നൈറ്റി പീസാണ്. അത് ഞാനിതാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാനുണ്ടാവും. അങ്ങനെ നീളത്തിൽ ഇങ്ങനെ മടക്കി വെച്ചതാണ്. ഇതിപ്പോൾ 4 പീസായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതൊരു 40-42 ചെസ്റ്റുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലാണ് ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡർ 7.5 ഇഞ്ച് എടുക്കാം. നേരെ താഴെ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഞാൻ ഇവിടുന്ന് ഇത് ആംഹോൾ കൊണ്ട് വരയ്ക്കാനുള്ളതാണ്. അതും 7.5 ഇഞ്ച്. പിന്നെ ഇതൊരു യോക്ക് ലെങ്ത്താണ്, ഒരു യോക്ക് പാർട്ടായിട്ടാണ് നൈറ്റീൻ്റെ മുകൾ ഭാഗം നമ്മൾ തയ്ക്കുന്നത്. ഒരു 10 ഇഞ്ച് എടുക്കാം. നമുക്കിവിടെ ആംഹോൾ വരച്ച് വെക്കാം. ഇവിടെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് എടുക്കാം. ചെസ്റ്റ് 9.5 എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഞാൻ 1 ഇഞ്ചാണ് എടുക്കുന്നത്. 1-1.5 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ യോക്ക് ലെങ്ത്ത് 10 അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഒന്ന് ചരിച്ചുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് വെച്ചില്ല, അവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്നിട്ട് ആം ഹോളും ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ വരയ്ക്കുക. അവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ യോക്ക് ലെങ്ത്തിലേക്ക് ഒരു ചെരിച്ച് കൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ യോക്ക് പാർട്ട് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൽ നെക്കൊക്കെ ഇവിടെ അടയാളപ്പെടുത്താണ്ട് അതിന് മുന്നേ നമുക്ക് സ്ലീവ് ഇവിടുന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതാ 9.5 ഉണ്ട്. അപ്പോൾ നമുക്ക് 9.5 തന്നെ കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 9.5 എടുക്കുക. എന്നിട്ട് ഈ 9.5 നിന്ന് ഇവിടെ ഒരു 3.5 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ ലൈൻ കൊടുക്കുക. ഇവിടെ സ്ലീവ് റൗണ്ട് എനിക്ക് വേണ്ടിയത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് തയ്യത്തും വിട്ട് 8 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്ലീവ് വരച്ച് കൊടുക്കാം. ഇവിടേക്ക് 3.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്കാണ്. എന്നിട്ട് തയ്യൽ തുമ്പിട്ടെടുത്തിന്ന് സ്ലീവ് ഞാൻ ഇവിടുന്ന് എല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് 9.5 ഇഞ്ച് നീളം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടിനോട് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് കണക്കായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു 9.5 ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ അടയാളപ്പെടുത്തിയപ്പോൾ പറയാൻ വിട്ടതാണ്. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എടുക്കുന്ന അതേ അളവ് തന്നെ ഇവിടെ എടുക്കും. ഞാൻ അങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാറുള്ളത്. 9.5 ഇവിടെ എടുത്തിട്ട് ഈ 9.5 നിന്ന് ഒരു 3.5 ഇഞ്ച് കുറയ്ക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ 3.5 ഇഞ്ചിലേക്ക് 9.5 ഇഞ്ച് എടുത്തതാണ്. സ്ലീവിൻ്റെ ഈ തുടക്കത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 9.5 ഇഞ്ച് എടുത്ത് അത് അടയാളപ്പെടുത്തി. എന്നിട്ടാണ് നമ്മൾ ഈ സ്ലീവ് റൗണ്ടിൻ്റെ നമ്മൾ തയ്യൽ തുമ്പൂട്ട് അടയാളപ്പെടുത്തി വെച്ചല്ലേ അവിടേക്ക് ഒരു ലൈൻ വരച്ച് വെച്ചത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ യോക്ക് ഭാഗം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സ്കേർട്ട് ഭാഗമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഈ തുമ്പൊക്കെ ഒന്ന് റെഡിയാക്കി സ്ട്രെയിറ്റാക്കി ഒന്ന് വരയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിടും. എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് തിരിച്ചിടാം. ഒരു പീസ് മാത്രം ഇങ്ങനെ ഈ തേരുള്ള ഭാഗം ഇതാണ് ഫ്രണ്ടിൽ വെക്കേണ്ട പീസാണിത്. ഈ ബാക്ക് പീസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നേരേക്ക് വെക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇതാണ് ഫ്രണ്ട് പീസ്. ഇതാ ഇങ്ങനെ ഫോൾഡ് ചെയ്യാത്ത ഭാഗം നമ്മുടെ നേരേക്ക് വെക്കുക. ഈ ബാക്ക് പീസിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നേരേക്ക്. ഈ ഫ്രണ്ട് പീസിൽ നിന്ന് 1 ഇഞ്ച് ഇതങ്ങനെ
മാറ്റി വെക്കുക. ഫ്രണ്ട് പീസിനെ കുറച്ച് മുന്നോട്ട് 1 ഇഞ്ച് ഉന്തി വെക്കുക. ബാക്ക് പീസ് ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ഓപ്പണിന് നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കൂല, നമ്മൾ ഹുക്ക് വെക്കാനൊക്കെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഇതിപ്പോൾ ഇങ്ങനെ ഇടണം എന്നൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതല്ലെങ്കിൽ വേറൊരു പീസ് അടിയിൽ വെച്ച് താഴെ വരെ തയ്ച്ചു കൊടുക്കണം. ഇതിങ്ങനെ താഴെ വരെ 1 ഇഞ്ച് ഇങ്ങനെ വെക്കണം കേട്ടോ, 1 ഇഞ്ച്. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക. തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 2.5 ഇഞ്ചിൽ നിന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമുക്ക് ചുരുക്കിടാൻ വേണ്ടിയിട്ടുള്ള യോക്ക് പാർട്ടിനോട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഫ്രണ്ട് പീസ് കുറച്ച് ഉള്ളിലേക്ക് ഉന്തിയിട്ടും ഇത് നമുക്ക് നേരെയാക്കാം. സ്കെയിൽ വെച്ച് വരച്ചാലും മതി കേട്ടോ. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. വെട്ടിക്കഴിഞ്ഞാൽ ഇത് ഒരുമിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2.5 ഇഞ്ച് താഴേക്ക് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ കൈക്കുഴിയാണ് കേട്ടോ ഈ ഭാഗത്ത് വരുന്നത്. ഇത് ഫ്രണ്ട് പീസാണ് താഴെയുള്ളത്. അപ്പോൾ താഴെ ഫോൾഡ് ചെയ്ത ഭാഗത്തും മുകളിലുള്ളത് ബാക്ക് പീസാണ്. ബാക്ക് പീസിന് ഫോൾഡ് ചെയ്യാത്ത ഭാഗം അവിടെയാണ് കൈക്കുഴി വരിക. അപ്പോൾ നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കുക. ഈ മുകളിലുള്ളതാണ് ബാക്ക് പീസ്. അപ്പോൾ അതിനെ അങ്ങോട്ടും മാറ്റിയെടുക്കാം. എന്നിട്ട് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ യോക്ക് വെട്ടിച്ചതാണ്. ഇതിനൊന്ന് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പീസും ഫ്രണ്ട് പീസുമാണ്. ബാക്ക് പീസിന് നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 3.5 എടുക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് 2.5 എടുക്കുന്നത്. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 4 ഇഞ്ച് തയ്ച്ച് വരുമ്പോൾ 2.25 ആവും. ഇവിടുന്ന് അങ്ങോട്ടും 2.5 എടുക്കണേ. എന്നിട്ടൊരു ബോക്സ് പോലെ വരയ്ക്കുക. ഇത് പിന്നെ എല്ലാ കഴുത്തും വെട്ടുമ്പോൾ അങ്ങനെ തന്നെയാണ് കഴുത്ത് വെട്ടുമ്പോൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്ക് പീസ് ആകുമ്പോൾ റൗണ്ട് നെക്ക് തന്നെയാണല്ലോ നൈറ്റിക്കൊക്കെ സാധാരണ എടുക്കുക. അപ്പം ബാക്ക് നെക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിനി ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി. പിന്നെ ഫ്രണ്ട് നെക്കിന് ഞാൻ ഒരു പീസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ഒരു പീസ് എടുത്തിട്ട് അതിലെ നെക്ക് വെട്ടിയിട്ടാണ് ഇവിടെ യോജിപ്പിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഫ്രണ്ട് നെക്കിന് ഇങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട് നെക്ക് വെട്ടാൻ വേണ്ടിയിട്ടാണ്. കോട്ടൺ അല്ലാത്തത് കൊണ്ട് ഇത് നീങ്ങി കളിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സൂചി കുത്തിയേക്കുന്നുണ്ട്. ബാക്ക് നെക്കിന് എടുത്ത പോലെ തന്നെ 2.5 വിടുത്തെടുക്കുക. ഇറക്കം ഞാൻ 5.5 എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ബോക്സ് പോലെ വരയ്ക്കാം. കഴുത്ത് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ഞാനിതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3/4 ഇഞ്ച് കയറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 1.5 ഇഞ്ച് എല്ലാ സൈഡിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് നെക്കാണിത്. ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഈ യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് 5.5 ഇഞ്ച് ആണോ എന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇവിടെ പിൻകുത്തി വെച്ചാൽ മതി. എന്നിട്ട് ഇതിലെ 4 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് തിരിച്ചിടുക. അത് ഞാൻ തയ്ക്കുമ്പം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. അത് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക്
കുറേ സമയമെടുക്കും തോന്നുന്നുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ എളുപ്പത്തിൽ അടിച്ച് കഴിയുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പം ബാക്ക് യോക്ക് പീസിന് നെക്ക് പിടിപ്പിക്കാം. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഈ നെക്കിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ചുറ്റും ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാം. അങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മുടെ ഈ നെക്കിൻ്റെ പീസ് വെച്ചിട്ട് ഈ പീസിൻ്റെ മേലെ കൂടെ ഒരു പ്രസ് അടി കൊടുക്കുക. ഇങ്ങനെ മടക്കി വെച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ആ പീസ് ഇങ്ങനെ തയ്ച്ചെടുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെ മടക്കി ഇതിലെ സൈഡിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ നെക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആ പീസ് ഫുള്ളും ഇതുമ്പോൾ പിടിപ്പിച്ച് ഇപ്പം ബാക്ക് നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് വെട്ടി വെച്ചില്ലേ, ഇതിനെ ഈ ഒരു പുറത്തേക്കുള്ള ഈ സൈഡിൽ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് നമുക്കിങ്ങനെ തയ്ച്ച് വരാം. അപ്പോൾ അതാ നമ്മൾ തയ്ച്ച് വന്നിട്ടുണ്ട്. സൈഡിൽ ഇതാ ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട്, ഇത് ഈ ഒരു തുണി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വലിഞ്ഞ് കളിക്കുന്ന കോട്ടൺ തുണി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നിൽക്കും. ഞാൻ പിന്നെ ഇതിന് മാച്ച് ചെയ്യാന്നുള്ളതിൽ ഈ ഒരു കളർ എടുത്തതാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് യോക്ക് പീസാണ്. അതിൻ്റെ ഈ നടുഭാഗം ഇത് നമ്മൾ നല്ല അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ നല്ല ഭാഗത്താണ് ഈ നെക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിടുത്തെടുത്തത്. അപ്പോൾ ഈ നടുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെയും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മളിങ്ങോട്ട് മടക്കി തയ്ച്ച ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കി വെക്കണം. ഈ നല്ല ഭാഗം ഈ തുണീൻ്റെ നല്ല ഭാഗത്തായിട്ട് വെക്കുക. എന്നിട്ട് ഈ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സൂചി കുത്തി വെക്കുന്നുണ്ട് ഞാൻ. അത് നീങ്ങി പോകാതിരിക്കാനാണ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഈ 2.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു സൂചി കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ നടുഭാഗത്ത് തന്നെ വെക്കണം. അപ്പോൾ അവിടെയും ഒരു സൂചി കുത്തി വെക്കുക. ഇനി നീങ്ങി പോകില്ല. ഇനി നമുക്ക് ഇതിലെങ്ങനെ 1/4 ഇഞ്ച് ചുറ്റും തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ചുറ്റും തയ്ച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സൂചി ഊരിയിട്ട് ഇതിലെങ്ങനെ വെട്ടിയെടുക്കാം. നമ്മൾ കഴുത്ത് വെട്ടിയ ആ പീസ് കണക്കാക്കിയിട്ട് ഈ യോക്ക് പീസിൻ്റെ ഈ പീസ് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ കോർണറിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ വെട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെങ്ങനെ ഇങ്ങോട്ടേക്ക് മറിച്ച് വെച്ചിട്ട് അടിയിലുള്ള പീസ് കാണാതെ ഇതിലെങ്ങനെ പ്രസ് അടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് യോക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ പീസിനെ ഒന്ന് ഇവിടെ അമർത്തി തയ്ച്ച് പിടിപ്പിക്കാം ചുറ്റും. ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ യോക്ക് ഭാഗം ഇങ്ങനെ നടു മടക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ നടുഭാഗം ഇങ്ങനെ 2 പീസാക്കുക. എന്നിട്ട് ഇവിടെ ഒരു പീസ് വെച്ചെടുക്കുക. നമുക്ക് ഇവിടെ ബട്ടൺസ് വെക്കാനുള്ളതാണ്. ഞാൻ ഇവിടെ ഹുക്കാണ് വെച്ചെടുക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഹോൾസ് വെക്കാം, ഹുക്ക് കൊടുക്കാനുള്ള ഹോൾസ് വെക്കാനും ഇവിടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഇവിടെ വെച്ച് കൊടുക്കാം. ഈ പീസ് ഇങ്ങനെ നേരെയാക്കി വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ ഈ നെക്കിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ച് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുക. എന്നിട്ട് ഇതിലൊരു പ്രസ് അടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മടക്കിയിട്ട് ഇത് ഈ പ്രസ് അടി ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസായിട്ട് തയ്ച്ചുകൊണ്ട് വരും. നമ്മുടെ യോക്ക് പാർട്ടിന് ഹുക്ക് വെക്കാനുള്ള ഭാഗമാണിത്. ഈ ഭാഗം ഈ ഭാഗത്തും ഇങ്ങനെ തന്നെ മടക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് മറ്റേ ഭാഗത്ത് വെച്ച പോലെയല്ല, ഇവിടെ
ഈ പീസ് ഒന്ന് മുന്നിലേക്ക് അങ്ങനെ തള്ളി നിൽക്കണം. നമ്മൾ ബ്ലൗസിനൊക്കെ ഹോൾസ് വെക്കാൻ വേണ്ടിയിട്ട് തയ്ക്കലില്ലേ, അതേപോലെ തന്നെ 4 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഓരോ പീസിൻ്റെ എത്രയോ എടുക്കുന്ന വെച്ചാൽ അതിൻ്റെ വീതിയിൽ മടക്കി വെച്ചിട്ട് അപ്പോൾ അതാ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ടിൻ്റെ ഭാഗമാണിത്. ഇനി ഈ പീസ് നമുക്ക് ഈ യോക്കുമേൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ ഈ ഹുക്ക് ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മുന്നോട്ട് തള്ളി വെച്ചില്ലേ, ആ 1 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് 2 പീസിനും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം താഴെ വരെ സ്കേർട്ട് ഭാഗം. അപ്പോൾ ഞാൻ എന്താ 2 പീസും ആ 1 ഇഞ്ച് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഈ കൈക്കുഴി വെട്ടിയ ഭാഗത്തെല്ലാം മറ്റേ നമ്മൾ 1 ഇഞ്ച് പുറമേക്ക് തള്ളി വെച്ചില്ലേ, ആ ഭാഗം ഇങ്ങനെ 1 ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി തയ്ക്കുക. ഇനി നമുക്ക് ഈ സ്കേർട്ട് ഭാഗം യോക്കുമേൽ പിടിപ്പിക്കാം. അപ്പോൾ നമുക്കൊരു ഇവിടുന്ന് ഈ യോക്ക് പീസിൻ്റെ ഒരു 3.5 ഇഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പ്ലീറ്റ് ഇടാം. ഈ സ്കേർട്ട് ഭാഗത്തിന് കൈക്കുഴീൻ്റെ ഭാഗത്ത് തന്നെ വരണം. അത് വെക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് വരാം. 1/2 ഇഞ്ചിൽ എത്തുമ്പോൾ നമുക്ക് ഈ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇടുന്നത് ഇവിടെ വരെ ഈ തുണി എത്തണം. ഇത്രയും ഭാഗമാണ് പ്ലീറ്റ് ഇടാനുള്ളത്. ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ടപ്പോൾ ഇതാ ഇങ്ങനെ വരും. ഒരു 4 പ്ലീറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, അത്രയേ ഉണ്ടാവുള്ളൂ തുണി. നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ആ തുണി ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഈ നല്ല ഭാഗത്ത് ഒരു പ്രസ് അടി കൊടുക്കാം. അപ്പോൾ അതാ കൈക്കുഴി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ മറ്റേ പീസും ഞാൻ തയ്ച്ചെടുത്തിട്ട് വരാം. നമ്മൾ 2 പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ താഴെ വരെ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും ഹോൾസ് വെക്കുമ്പോൾ ഒരു 2 സ്റ്റിച്ച് ഉണ്ടാവും ഇവിടെ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഉറപ്പുണ്ടാവും ഈ പീസ് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. യോക്കുമേൽ ഈ സ്കേർട്ട് ഭാഗം തയ്ച്ചു പിടിപ്പിക്കാം. ഫ്രണ്ടിൽ വെച്ച പോലെ തന്നെ ഈ കൈക്കുഴി നമ്മൾ വെട്ടിയില്ലേ സ്കേർട്ട് ഭാഗത്ത് 2.5 ഇഞ്ചിൽ, അതേപോലെ തന്നെ ഫ്രണ്ടിൽ പിടിപ്പിച്ച പോലെ തന്നെ ആ കൈക്കുഴി നമ്മുടെ യോക്കിൻ്റെ കൈക്കുഴീൻ്റെ ഭാഗത്തേ വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ യോക്കിൻ്റെ നടുഭാഗത്തിന് ഞാനിതാ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്കേർട്ട് പീസിനും ഇവിടെ ഒരു വെട്ട് കൊടുത്തു. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത്. കുറച്ചുകൂടെ തയ്ച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കും. ബാക്കി വരുന്നത് ഇത്രയും ഭാഗം ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കും. നമുക്കിനി ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ ഷോൾഡർ യോജിപ്പിക്കാം. നമ്മൾ ഷോൾഡർ നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷോൾഡർ ഒന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പീസ് ബാക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ് റൗണ്ട് ഒന്ന് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് ഇതാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് റൗണ്ട് 6.5 വേണ്ടത്. അപ്പോൾ ഇവിടെ 6 അടയാളപ്പെടുത്തുക. പിന്നെ ആം ഹോൾ 9.5 അല്ലേ, നമ്മൾ നേരത്തെ എടുത്ത 9.5 ആണല്ലോ. അപ്പോൾ 9.5 ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ പോക്കറ്റ് പാർട്ടിന് നമുക്ക് അങ്ങനെ ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഇത് പ്ലീറ്റുള്ള നൈറ്റി ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു 1.5 ഇഞ്ചിലോ അങ്ങ് തയ്ച്ചു പോയാൽ മതി താഴെ വരെ. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും അടയാളപ്പെടുത്തി കൂട്ടി യോജിപ്പിച്ചാൽ മതി. നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിൻ്റെ പണി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കി തയ്ക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇവിടെ ഓൾസ് വെക്കാണ്, ഹുക്ക് വെച്ചിട്ട് ഇവിടെ ഓൾസ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഷോ ബട്ടൺ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അവിടെ ഈ ഓപ്പൺ ഭാഗത്ത് അടിയിൽ ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെ വരെ വേണേൽ വെക്കാം. പിന്നെ ഇത്രയേ വെച്ചിട്ടുള്ളൂ. ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.